ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. പെട്ടെന്ന് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഗ്രീൻ പീസ് കുതിർന്നതിന് ശേഷമുള്ള കാര്യമാണ്. അപ്പോഴതിനായിട്ട് ഞാൻ ഗ്രീൻ പീസൊക്കെ കുതിർത്തെടുത്തത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളൻകിഴങ്ങും 1.5 മുറി സവാളയും ഒരു ക്യാരറ്റ് അരിഞ്ഞതും എരിക്ക് ആവശ്യമായ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നികന്ന് നിൽക്കത്തക്കോണമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോഴിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നികന്ന് നിൽക്കത്തക്കോണമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്ത് ഇതിൻ്റെ അരപ്പുകളും തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ഇല്ലയെന്ന് ആരും വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റുള്ള സൂപ്പർ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു കറിയാണിത്. അപ്പോഴിതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. 4 വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്ക് കറിക്ക് അരപ്പിനുള്ള തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കണ്ടോ, കിഴങ്ങും ക്യാരറ്റും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പെടുത്ത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിക്ക് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലപോലെ അരച്ചെടുക്കണം. നമ്മുടെ അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി അപ്പോൾ നമ്മുടെ കറിക്കൊക്കെ കടുക് ഇറക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായി വന്നതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. ഈ കറിക്ക് വെളുത്തുള്ളി ഇടരുത്. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, വേറെ ടേസ്റ്റ് ആവും. അതുകൊണ്ട് വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി മാത്രം മതി. അപ്പോൾ ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് 2 മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.